ഇനി നമുക്ക് തൃശൂർ വാടാനപ്പള്ളിയിലേക്ക് പോകാം. അവിടെ തെരുവ് നായ ഓടിച്ചിട്ടതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അദ്നാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ആ കുട്ടി വേദന കൊണ്ട് ഇങ്ങനെ പുളയുന്നത് കാണുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങളിൽ പേടിയാകുന്നു. ഈ തെരുവുനായ ആക്രമണം ഇങ്ങനെ ഒരു തുടർക്കഥയാവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ പരമ്പര ചെയ്തിരുന്നു. ഈ തെരുവുനായ ആക്രമണത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ പേരുടെ അതിന്റെ ഒരു ആശങ്ക, ഭീതി ഒക്കെ അവർ പങ്കുവച്ചിരുന്നു. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഇന്ന് രാവിലെയാണ് 6:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാടാനപ്പള്ളി പടിഞ്ഞാറേ ഭാഗത്ത് ഫ്രണ്ട്സ് റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫ്രണ്ട്സ് റോഡിൽ തന്നെ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ സഗീറിൻ്റെ മകൻ അദ്നാനാണ് ഈ തെരുവ് നായ്ക്കൾ ആക്രമിക്കാനായി ഓടിച്ചു. ആ സമയത്ത് സൈക്കിളിൽ പോവുകയായിരുന്ന ഈ അദ്നാൻ വളരെ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി. അതിനുശേഷം ഒരു സമയത്ത്, അതായത് നായ്ക്കൾ അടുത്തെത്തിയെന്ന് തോന്നിയ സമയത്ത് തിരിഞ്ഞു നോക്കിയതാണ്. ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് സൈക്കിളിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആ വീഴ്ചയുടെ ആഘാതമുണ്ട് എന്നുള്ളത്. നെഞ്ചിടിച്ചാണ് വീണിട്ടുള്ളത്. വളരെയേറെ ഗുരുതരമായി ഈ കുട്ടിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ആ കുട്ടിയുള്ളത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിൽ പോലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണെന്നാണ് ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ സ്ഥിരമായി തെരുവ് നായ്ക്കളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ മദ്രസയിലേക്കും മറ്റും പോകുന്ന കുട്ടികളെയെല്ലാം തന്നെ പലതവണ തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്തു. ഇതിനെതിരെ പഞ്ചായത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരേക്കും ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ലിഷോ, എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം. പക്ഷേ സ്ഥിരമായി തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് പോലും അത്.